ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജിആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അന്ന് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രൈ ഫ്ലവർ DM വാട്ടറിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ജ്യൂസ് വെച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. കാണാനൊരു ചെറിയ പൂവാണെങ്കിൽ കൂടിയും ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത്. ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ വിറ്റാമിനുകളാലും സമ്പുഷ്ടമാണ്. ഇതൊരു ആൻറ്റി ഏജിങ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ബോഡിക്കൊക്കെ നല്ലതാണ് ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഒരുപാട് പ്രൊഡക്റ്റുകളാണ് നമുക്കിന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. സോപ്പുകൾ, അതുപോലെ ഫേസ് വാഷ്, ഷാമ്പു, ഷവർ ജെല്ലുകൾ, ഫേസ് ക്രീമുകൾ, അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഈ ഒരു ശംഖുപുഷ്പം കൊണ്ടുള്ളത്. അപ്പോൾ അത്രയേറെ ഗുണങ്ങളാണ് ഈ ഒരു ശംഖുപുഷ്പത്തിനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ ഒരു വെയിറ്റ് മെഷീനും ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശംഖുപുഷ്പത്തിന് ഡ്രൈ ഫ്ലവറാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 2 ഗ്രാമിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അളവൊക്കെ കൂട്ടാവുന്നതാണ്. അതിലേക്ക് നമ്മൾ DM വാട്ടറാണ് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും. ഇതിൽ നമ്മുടെ മിനറൽസും അയൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് ഈ DM വാട്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സോപ്പ്, ഷാമ്പു, ഫേസ് വാഷ് അങ്ങനെ എന്ത് ഐറ്റംസ് കോസ്മെറ്റിക്സിൽ ഐറ്റംസ് ചെയ്താലും സാധാ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം DM വാട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു 70 ml അടുത്ത് DM വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ സ്റ്റൗവിൽ അല്ലെങ്കിൽ ഇൻഡക്ഷനിൽ വെക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ശംഖുപുഷ്പമൊക്കെ നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ കളറൊക്കെ ആ ഒരു DM വാട്ടറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 70 ml DM വാട്ടറാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒന്ന് വറ്റി ഏകദേശം ഒരു 20-25 ml ആവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഏകദേശം നമ്മുടെ ആ ഒരു DM വാട്ടറിൻ്റെ വെള്ളം വറ്റി പകുതി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ചൂടാറിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ശംഖുപുഷ്പം നല്ലതായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അത് അരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു മെഷറിംഗ് കപ്പിന് ഏകദേശം ഒരു 20 ml അടുത്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വാട്ടർ. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും ഞാനൊരു വെയിറ്റ് മെഷീനും ഒരു ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബൗളിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസാണ് നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്കിത് കെമിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ എങ്ങനെ നമ്മൾ ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നല്ല റിവ്യൂ ഒക്കെ ഉള്ള നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസ് വേണം ചോദിച്ച് മേടിക്കാനായിട്ട്. അപ്പോഴത്തെ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 125 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബേസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ബോട്ടിൽ 100ൻ്റെ 2 ബോട്ടിലിൽ ചെയ്യാനുള്ളതാണ് ഇപ്പോൾ എടുക്കുന്നത്. അങ്ങനെ നമ്മളൊരു 125 ഗ്രാം ഫേസ് വാഷിൻ്റെ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. 125 എന്നുള്ളത് 128 ആയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഇത് DM വാട്ടറാണ് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് DM വാട്ടറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ഈ ഒരു ഫേസ് വാഷിൻ്റെ ബേസിലേക്ക് ഏകദേശം ഒരു 25 ml അടുത്ത് DM വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഒഴിക്കുന്നതായിരിക്കും കേട്ടോ DM വാട്ടർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ ബേസിലേക്ക് 25 ml ആണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു വാട്ടർ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഏകദേശം ഒരു 10 ml അടുത്ത് നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബാലൻസ് ഏകദേശം ഒരു 10 ml അടുത്ത് ആ ഒരു മെഷർമെൻറ്റ് കപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ് വാഷിൻ്റെ ബേസും DM വാട്ടറും അതുപോലെ തന്നെ ഒരു 10 ml ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു വാട്ടറാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ആ ഒരു മിക്സ് വന്നിരിക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്യണ അനുസരിച്ച് അതിൻ്റെ തിക്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ശംഖുപുഷ്പത്തിൻ്റെ വാട്ടർ 10 ml ഉണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും നല്ല തിക്കായിട്ടാണ് നമ്മുടെ ആ ഒരു മിക്സിങ് വന്നിരിക്കുന്നത്. ഈ തിക്നെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് DM വാട്ടർ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 25 ml നമ്മൾ DM വാട്ടർ ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്ത പാടെ ഇത് മുഴുവനായിട്ടും ആ ഒരു മിക്സിങ്ങിലോട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ ഞാൻ ഒരു കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ബേസുകൾ തന്നെ ഈ ഫേസ് വാഷിൻ്റെ ബേസ് ആണെങ്കിലും ഷാമ്പൂവിൻ്റെ ബേസ് ആണെങ്കിലും പല കമ്പനീസിൻ്റെ ആണെങ്കിലും പല ക്വാളിറ്റിയിലൊക്കെ വരുന്നുണ്ട്, പല റേറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബേസ് ആയിരിക്കില്ല അടുത്ത ആൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ചിലപ്പോൾ ആയിരിക്കണമെന്നില്ല അടുത്ത ആൾക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ചില ബേസുകൾ നല്ല തിക്കായിട്ടുള്ള ബേസുകളുണ്ട്, ചിലത് നല്ല ലൂസായിട്ട് തന്നെ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 25 ml DM വാട്ടർ എടുത്ത് വെച്ചാൽ മുഴുവൻ DM വാട്ടർ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 തവണയായിട്ടാണ് ഞാൻ ആ ഒരു DM വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്കറിയാമായിരിക്കില്ല ഒരു തിക്നെസ് കുറവാണോ കൂടുതലാണോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് ഏകദേശം ഒരു കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേറെയും 1-2 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു തിക്നെസ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ അത് ഇനി വീണ്ടും ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ തിക്നെസ്സൊക്കെ എങ്ങനെയാണ് ഇരിക്കണതെന്നുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അല്ലാതെ വേറെ നിങ്ങളെ കാണിക്കാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മളിതിലോട്ട് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റാണ് ചേർക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 1-2 ഡ്രോപ്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കോൺസെൻട്രേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒരു 2 എണ്ണം പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിലോട്ട് വെജ് ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഗ്ലിസറിൻ ആണെങ്കിലും അതുപോലെ വൈറ്റമിൻ ഇ ആണെങ്കിലും ഇതൊക്കെ നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1 ml അടുത്ത് നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്മെല്ലൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ഫ്രാഗ്രൻസും ആണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ കളർ നോക്കി ഒരു ലൈറ്റ് കളർ മധുരമാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴും അതുപോലെ നേരിട്ട് കാണുമ്പോഴും ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ആ ഒരു ഫേസ് വാഷിൻ്റെ ബേസ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ബ്ലൂ കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരേ ഒരു ഡ്രോപ്സ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടിച്ചപ്പോൾ ഒരെണ്ണം കൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഒറ്റ ഡ്രോപ്സ് ഒഴിച്ചാൽ മതിയാകും. ഇതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച് 1-2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കളർ ഫെയ്ഡായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കളറും കൂടെ കൂടിയിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീർന്നിട്ടില്ലാത്ത പരിപാടി വേറെയും 1-2 കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്യാനുണ്ട് ഇനി ഇതിൽ. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഏകദേശം ഈ ഒരു പരുവത്തിൽ മതിയാവും കേട്ടോ. ഇനി ഇതിപ്പോൾ ഇതിൻ്റെ ബബിൾസ് എല്ലാം പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് വരും. അപ്പോൾ ഇതൊന്ന് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇതിന് മുകളിൽ നിറയെ ബബിൾസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബബിൾസൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു ക്ലിയർ ആയിട്ടുണ്ടാകും നമ്മുടെ ഫേസ് വാഷ് കാണാനായിട്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 5-6 മണിക്കൂറൊക്കെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് പ്രിസർവേറ്റീവ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 0.25 ഗ്രാം ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടില്ല. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ ഏകദേശം ഒരു 3-4 മാസമൊക്കെ കിട്ടും കേട്ടോ. ഇതിലിപ്പോൾ ഫേസ് വാഷിന് ബേസിൽ തന്നെ അത്യാവശ്യം കുറച്ച് പ്രിസർവേറ്റീവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ എടുക്കരുത്. ഏകദേശം ഒരു 24 hours കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ അതിൻ്റെ ബബിൾസ് എല്ലാം റിമൂവ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 5-6 മണിക്കൂറെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇത് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്കാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫേസ് വാഷ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ബബിൾസ് എല്ലാം റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്കതിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലിങ് ഫിലിമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഫേസ് വാഷ് കിട്ടിയേക്കണമെന്നൊക്കെ നോക്കാം. തിക്നെസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കും ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. നല്ല രീതിയിൽ കാണാനായിട്ട് ലുക്കുണ്ട്. ലുക്ക് മാത്രമല്ല കേട്ടോ, അതിന് നല്ലൊരു ഗുണമുള്ളൊരു സംഭവമാണ് നമ്മുടെ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ആ ഒരു ഫേസ് വാഷ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് വാഷ് ഇനി ബോട്ടിലാക്കി ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഏത് ബോട്ടിലാണ് എടുക്കുന്നത് ആ ഒരു ബോട്ടിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു 100 ml ബോട്ടിലാണ് നമ്മൾ വെയ്പ്പ് മെഷീൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ബോട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോട്ടിലിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടൊരു കുനിയിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഫേസ് വാഷ്
ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനത്തെ നമ്മുടെ ഫേസ് വാഷ് കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുകയാണ്. അതിൽ ചെറുതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. ഞാനങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പലരും പല രീതിയിലുള്ള സംരംഭങ്ങളായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഫേസ് വാഷ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്തപ്പോൾ ഇത് ഇത്രയാണ് കേട്ടോ ഒരു 100 ml എന്ന് പറയണത്. മുഴുവനായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഒരു 100 ml എന്ന് പറയണത്. ഫ്ലിപ്പ് ക്യാപ്പ് ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ 2 ബോട്ടിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബോട്ടിലിൽ 10 ml കുറവുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ 2 ബോട്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ അടുത്ത് പോയി സ്റ്റാറ്റസൊക്കെ വെക്കാമല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രൈ ഫ്ലവറാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രൈ ഫ്ലവർ നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ക്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേസ് വാഷോ അതുപോലെ തന്നെ സോപ്പുകൾ, ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 20-ൽ പരം സോപ്പുകൾ അവൈലബിൾ ആണ്. നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. ഷാമ്പു ആണെങ്കിലും അതുപോലെ തന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ലിപ് സ്ക്രബൊക്കെ അവൈലബിൾ ആണ്. സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.